എടാ ഇതെന്തുവാടി ഈ DOHC റിവേഴ്സ് ഇൻക്ലൈൻഡ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്? എടാ അതായത് ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അതായത് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു DOHC റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ ആണെന്നുള്ളതാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ DOHCയുടെ ഫുൾ ഫോം വരുന്നതാണ് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം. അതായത് 2 ടൈപ്പ് എഞ്ചിൻ ഹെഡ്സ് വരും. നമുക്ക് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ആയിട്ടും വരും, ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ആയിട്ട് വരും. ഇതുപോലെയുള്ള പെർഫോമൻസ് മോട്ടോർ സൈക്കിൾസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ആയിരിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ഓവർ ഹെഡ് ക്യാമിനേക്കാളും കുറച്ചും കൂടെ ഹൈ റെവിങ് എഞ്ചിൻസ് ആയിരിക്കും DOHC എഞ്ചിൻസ്. മാത്രമല്ല ഈ എഞ്ചിൻസിൻ്റെ പവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതും ഹൈ റെഫ്സിലേക്കായിരിക്കും. അപ്പം ഹൈ റെവിങ് ടൈമിൽ എഞ്ചിൻ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വാൽവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടക്കുന്നത് DOHC എഞ്ചിനുകളിലായിരിക്കും. SOHC എഞ്ചിനുകൾക്ക് അത്ര സ്പീഡിൽ കീപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ല റെഫ്സുമായിട്ട്. അതുകൊണ്ടാണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് എഞ്ചിൻസ്. അത് ഈ വാഹനം കുറച്ചും കൂടെ ഹൈ റെവിൽ ഓടുമ്പോൾ എഞ്ചിൻ റിലാക്സ്ഡ് ആയിരിക്കും. എഞ്ചിൻ പാർട്സിന് വേറെ ടയർ കുറവായിരിക്കും. അതേസമയം SOHC നീ അത്രയും പുഷ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്ക് എഞ്ചിന് സ്ട്രെസ് കൂടുതലായിട്ട് വരും. വിറയൽ, വൈബ്രേഷന്, ഫ്യൂൽ എഫിഷ്യൻസി കുറയുക, പവർ ഡ്രോപ്പ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SOHC കുറച്ചും കൂടെ ലെസ് എക്സ്പെൻസീവ് ആണ്, കുറച്ചും കൂടെ അഫോർഡബിൾ ആണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഗുണങ്ങൾ അതിനുണ്ട്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പെർഫോമൻസ് മാക്സിമം കിട്ടും. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസിലേക്കും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കൂടിയ സൈഡിലേക്കാണ് റിവേഴ്സ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ ഇതിൻ്റെ തന്നെ സിബ്ലിംഗ് ആയിട്ടുള്ള 6th പ്രത്യേകതയാണ് TVS BMW കൊളാബറേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ. അതായത് നോർമൽ എഞ്ചിൻസ് ഒക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ഇങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഫ്രണ്ട് വശത്തൂടെ എക്സോസ്റ്റും ബാക്കിലൂടെ ആയിരിക്കും അതിൻ്റെ എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത് നേരെ തലതിരിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് പോയിരിക്കുന്നുണ്ടോ, പുറകിൽ നിന്നാണ് എക്സോസ്റ്റ് വരുന്നത്, ഫ്രണ്ടിൽ കൂടാണ് ഇതിൻ്റെ എയർ ആൻഡ് ഫ്യൂൽ സപ്ലൈ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എഞ്ചിൻ കുറച്ചും കൂടെ മുന്നിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കമ്പനിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം എഞ്ചിൻ മുന്നിലോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന സ്വിംഗ് ആമിൻ്റെ ലെങ്ത് ഇവർക്ക് കൂട്ടാൻ സാധിച്ചു. സ്വിംഗ് ആമിൻ്റെ ലെങ്ത് കൂട്ടുമ്പോൾ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വീൽ ബേസ് കൂടും. അപ്പോൾ വണ്ടിയുടെ വീൽ ബേസ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലിക്കബിലിറ്റി ഒക്കെ അത് ബാധിക്കും. അപ്പം ലോങ് സ്വിംഗ് ആം വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പം വീൽ ബേസ് കൂടാണ്ട് ഒരു ലോങ്ങർ സ്വിംഗ് ആം ഇതിൽ വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജിയുടെ മുന്നോട്ട് തള്ളിയിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു സ്പേസിലേക്ക് അവർക്ക് സ്വിംഗ് ആം കൂട്ടാൻ പറ്റി, വീൽ ബേസ് കൂടാണ്ട്. അപ്പോൾ വണ്ടി ഫ്ലിക്കബിളും ആണ്, അതോടൊപ്പം തന്നെ നല്ല സ്റ്റേബിളും ആണ്. അതാണ് ഈ ഒരു ടെക്നോളജിയുടെ. അതെ, ഇതിൻ്റെ എയർ സപ്ലൈ വരുന്നത് എഞ്ചിൻ്റെ മുന്നിൽ നിന്നാണ്.